Hi guys, welcome back to another video. This video we will study HTML list. HTML we list use the body heading list. Save it. Right click open with live server. We click here. Text vannitundu. Ini aduthayitte namukku list ne patti padikam. അപ്പം ലിസ്റ്റ് രണ്ട് തരത്തിൽ ലിസ്റ്റ് ഉണ്ട്. ഒന്നാണ് ഓർഡേർഡ് ലിസ്റ്റ്, മറ്റേത് അൺഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കാം, ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്പർ ഷോ ചെയ്യുന്നതാണ് നമ്മുടെ ഓർഡേർഡ് ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എഴുതുന്ന ഫോർമാറ്റ് ഇങ്ങനെയാണ്. OL ഇടുക, OL ടാഗ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് LI ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ എഴുതാം T. അടുത്തൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം LI. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം കോഫി. അടുത്തൊരു LI ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ എഴുതാം ഡ്രിങ്ക്സ്. അടുത്തത് നമുക്ക് ഒരു LI ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എഴുതാം വാട്ടർ. സേവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ നമ്പറൊന്നും കൊടുത്തില്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി ഈ നമ്പർ ആഡ് ചെയ്തു. ഇതിനെയാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് പഠിക്കാം. നമുക്കിവിടെ ഒരു ഹെഡിങ് എടുക്കാം, ഓർഡേർഡ് ലിസ്റ്റ്. ഇതിനു വേണ്ടി വളരെ സിമ്പിളാണ്. നേരത്തെ യൂസ് ചെയ്ത OL മാതിരി തന്നെ ഇവിടെ UL ടാഗ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ LI യൂസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ എഴുതിയ മാതിരി തന്നെ T എഴുതുക. അതുപോലെ തന്നെ വീണ്ടും LI ടാഗ് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കോഫി എഴുതാം. അടുത്ത LI ടാഗ് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ് ഡ്രിങ്ക്സ് എടുക്കാം. അടുത്ത LI ടാഗ് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വാട്ടർ എഴുതാം. ഓക്കെ, സേവ് ചെയ്യാം. നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മളിവിടെ അൺഓർഡേർഡ് ലിസ്റ്റ് നമുക്കിവിടെ കാണാം. ഇങ്ങനെയാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഇനി ഇതല്ലാതെ മറ്റൊരു ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അതിന് വേണ്ടി DL എന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് DT എന്ന ഒരു ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ എഴുതാം കോഫി. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് ഈ കോഫിയുടെ ഡിസ്ക്രിപ്ഷൻ, അപ്പോൾ ഇത് DT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ടേം ആണ്. ഓക്കെ, എന്നിട്ട് DD ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം ഒരു ഡിസ്ക്രിപ്ഷൻ. ദിസ് ഈസ് എ ബ്ലാക്ക് ഡ്രിങ്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും DT കൊടുക്കാം, T അതിലെഴുതാം. എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് DD കൊടുക്കാം, DDയുടെ ടാഗ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം ദിസ് ഈസ് എ refreshing drink. സേവ് ചെയ്യാം. വീണ്ടും നമുക്ക് DT എടുക്കാം. നമുക്ക് എഴുതാം വാട്ടർ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് DD കൊടുക്കാം. DD ടാഗിൽ നമുക്ക് എഴുതാം ഡ്രിങ്ക് വാട്ടർ ഡെയിലി. ഇത് ഞാൻ റാൻഡംലി കുറച്ച് പാരഗ്രാഫും ടെക്സ്റ്റും ഒക്കെ യൂസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് നമുക്ക് കാണാം. കോഫി, അതിൻ്റെ ഒരു കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ദിസ് ഈസ് എ ബ്ലാക്ക് ഡ്രിങ്ക്. ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഓർഡേർഡ് ലിസ്റ്റ് പഠിച്ചു,
അൺഓർഡേഡ് ലിസ്റ്റ് പഠിച്ചു, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് പഠിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ HTMLൻ്റെ ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വൈസ്മാൻ മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.